ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ജൂൺ 23 ചന്തുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് ഫസ്റ്റ് ടൈമാണ് ചന്തുവിനെ ഇനി കഴിഞ്ഞ കൊല്ലം വരെ എവിടെയായിരുന്നു ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്. ഫസ്റ്റ് ടൈം പള്ളിൻ്റെ വീട്ടിലോട്ട് പോവാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അമ്മ എന്താണ് പറയാനുള്ളത്? അപ്പൊ ഇന്ന് ആരൊക്കെ അവിടെ വരും? ആരും വിളിച്ചിട്ടൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് കാര്യങ്ങള്, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ പാലക്കാട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ SNRൽ നിർത്തിയിരിക്കുന്നു. SNR ചിപ്സ്, ഇവിടുത്തെയാണ് ചിപ്സ് ആണ് ചന്തുവിനൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. എന്താ മേടിക്കുന്നു? ഹലോ, ആദിചന്ദുസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇത്തവണത്തെ ബർത്ത്ഡേക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ടുണ്ടല്ലോ നമ്മൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എന്താണെന്നൊന്നും അറിയില്ല, ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. എന്നാലും നമ്മൾ ഇന്ന് ആദി, അമ്മ എല്ലാവരും വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു ബർത്ത്ഡേ പരിപാടി. രാവിലെ എണീറ്റ് കുളിച്ച് ഇപ്പൊ അമ്പലത്തിൽ പോയിട്ട് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈശോട്ടൻ എന്തോ സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. വൈശോട്ടൻ ഇട്ട് തന്ന ചന്ദനമാണ്, അതാണ് ഇത്രയും വലിയ ചന്ദനം. അപ്പം നമ്മളുടെ ഇന്നത്തെ കുഞ്ഞു ഉള്ള കേക്ക് കട്ടിങ്ങും പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ. ആ ഒരു മെമ്മറിക്ക് ഞാൻ വ്ളോഗും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. സോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് എനിക്ക് എന്താണെന്നറിയില്ല, ഇന്നൊരു സ്പെഷ്യൽ മൊമെന്റ് കൂടെ ഉണ്ട് കേട്ടോ. കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേക്ക് നമ്മുടെ രണ്ടമ്മമാരും ഒരുപാട് സർപ്രൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഫുഡാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് അവർ ഓൾറെഡി എല്ലാവരും സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഗിഫ്റ്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനേക്കാളും എനിക്ക് കിട്ടുന്നതിനേക്കാളും ഇന്ന് അവർക്ക് ഞാനൊരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് ഇന്ന് എൻ്റെ ബർത്ത്ഡേക്ക് അവർ എത്രത്തോളം സ്നേഹത്തോടെ എനിക്കൊരു ഗിഫ്റ്റ് തരുമ്പോൾ അവർക്ക് ഹാപ്പി ആവുന്നോ അതിനേക്കാളും ഇരട്ടി ഹാപ്പിയാണ് ഇന്ന് എനിക്ക് അവർക്കൊരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതും ഉറപ്പാണ്, ഞാൻ കൊടുക്കുന്നതിൽ അവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും ഇന്ന് ഞാൻ അവർക്ക് കൊടുക്കാൻ പോണത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ രണ്ട് വീട്ടിലും അച്ഛനില്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് വീട്ടിലെയും മാരേജ് ഫോട്ടോയിൽ അച്ഛന്മാരിനെ വെച്ചിട്ട് ഒരു നല്ലൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണമെന്ന് കുറേ നാളായി ഞാൻ അതിൻ്റെ പുറകെ ആയിരുന്നു കേട്ടോ. 2-3 മാസമായി തോന്നുന്നു കുറേ പേജ് തപ്പി. കാരണം അത്രയും കൊടുക്കുമ്പോൾ പെർഫെക്ഷൻ വേണമല്ലോ. സോ അങ്ങനെ കുറേ പേജൊക്കെ തപ്പി അവസാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അവരോട് കുറേ റിക്വസ്റ്റ് ചെയ്തു. കാരണം ഇന്ന് രണ്ട് ഫാമിലീസും എനിക്ക് വേണ്ടിയിട്ട് ഇത്ര എഫേർട്ട് എടുക്കുമ്പം എനിക്ക് ഇന്ന് തന്നെ അവർക്ക് ആ ഒരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. സോ ഇന്നലെ തന്നെ സാധനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കാനൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നലെ ഞാൻ ആ ഫോട്ടോസ് കൊണ്ടുവരുന്നതും ഞാനും വൈശോട്ടനും ഇരുന്നിട്ട് പാക്കൊക്കെ ചെയ്തിട്ടാണ്. കാരണം രണ്ട് അമ്മമാർക്കും സെപ്പറേറ്റ് കൊടുക്കണം. ഡാമിൽ അച്ഛൻ, അമ്മ, ഞാൻ, ആദി എന്നുള്ളൊരു ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടത്തെ അച്ഛൻ, അമ്മ, വൈശാഖ്, ഏട്ടൻ, ഞാൻ, അങ്ങനെ ഒരു ഫാമിലി ഫോട്ടോ ആണ്. അപ്പൊ രണ്ട് ഫോട്ടോയും സെപ്പറേറ്റ് ഒക്കെ പൊതിഞ്ഞ് രണ്ട് അമ്മമാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും വ്ളോഗാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ശരിക്കും ആ ഒരു മൊമെന്റിനാണ് കേട്ടോ. രണ്ട് അമ്മമാർക്കും ഒരു മകളെന്ന നിലയിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് എന്നാലൊട്ടും ഭയങ്കര മെമ്മറബിൾ ഗിഫ്റ്റ്. എനിക്ക് ശരിക്കും ആ ഗിഫ്റ്റ് ഭയങ്കര വാല്യൂ ആണ്. കാരണം ഞാൻ ആ ഫോട്ടോ കണ്ടു, ഏട്ടന് കൊടുത്തപ്പോഴുള്ള ഏട്ടൻ്റെ റിയാക്ഷൻ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. ഇതിൻ്റെ എല്ലാം വീഡിയോസ് ഷോർട്സിലുണ്ടാവും. അപ്പോൾ ഏട്ടന് കൊടുത്തപ്പം ആള് കുറച്ച് ഇമോഷണൽ ആയതൊക്കെ ഞാൻ ഷോർട്സിൽ ആഡ് ചെയ്യാം. അപ്പം ശരിക്കും ഇന്ന് ബർത്ത്ഡേക്ക് അതും കൂടി ഉണ്ട്. ഇന്നിപ്പോൾ പെട്ടെന്ന് ഞാൻ എടുത്ത വ്ളോഗാണ്. അപ്പം എനിക്ക് ഇതാണ് ആദ്യം ഓർമ്മ വന്നത്. അപ്പം ഞാൻ ആദ്യം വിചാരിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ പോയിട്ട് ഇവിടുത്തെ അമ്മയ്ക്ക് ഫസ്റ്റ് കൊടുക്കാം. കാരണം രണ്ട് അമ്മമാർക്കും കൊടുക്കുമ്പോൾ പെട്ടെന്ന്
എങ്ങനെ എനിക്ക് ഇമോഷണൽ ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് കിട്ടുമെന്ന് അറിയില്ല. സോ ഫസ്റ്റ് ഞാൻ ഡാമിൽ ആദ്യം അമ്മ ഇറങ്ങുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വീട്ടിൽ പോയതും ഇവിടുത്തെ അമ്മയ്ക്ക് ഫസ്റ്റ് കൊടുക്കുക, അത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. ദെൻ അവിടുത്തെ അമ്മ വരുമ്പോൾ 2 അമ്മമാർക്കും മോളുടെ ചെറിയൊരു ഗിഫ്റ്റ്. ബർത്ത്ഡേ സ്പെഷ്യൽ ഇന്ന് എന്താണെന്നറിയാം അമ്മയുടെ ഡിഷ് എനിക്ക് വേണ്ടിയിട്ട്? ബിരിയാണി, ചിക്കൻ, ചോറ്, മീൻകറി, മീൻ വറുത്തത്, പായസം, അങ്ങനെ കുറെ ഉണ്ട്. ദമ്മാണമ്മ, ദം ബിരിയാണി. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ. ദം ബിരിയാണി, ചിക്കൻ കറി. എന്റെ 28ാം പിറന്നാളാണെന്ന് പറഞ്ഞിട്ട് 28 കൊടുത്തിരിക്കുക. അപ്പൊ ഇനി ഇതിന് 29 ആക്കുവോ? എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ അവസ്ഥ. കാരണം എന്നെ കാണുമ്പോ 27, 28 തോന്നും. പക്ഷെ എന്താ ചെയ്യാ, 29 ആയിപ്പോയി. അല്ല, എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെയാണ്, പക്ഷെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്താ ഇപ്പൊ ചെയ്യാൻ പോണു? ഇനി കുളമാക്കുവോ? 29 ആക്കാനുള്ള കഷ്ടപ്പാടാണ്. നടക്കില്ല വൈശോട്ടെ. എങ്ങനെ 8-ന് 9? ഓ വിഷയ, ഇതെന്താണ് 9? ഇങ്ങോട്ട് തിരിക്കി നോക്കട്ടെ. 9 ആവോ? ഇത് കൊഴപ്പില്ല കേട്ടോ. എന്തിനു? ഓ വൈശോട്ടന്റെ വെക്കാൻ ഞാൻ അടുത്ത വർഷം വയസ്സൊക്കെ അപമാനിക്കാൻ വേണ്ടിട്ട്. ഇതെങ്ങനെ 9 ആയി? ഇപ്പൊ ഇത്തിരി 9 ആയി കൂട്ടാ അല്ലെ? കുഴപ്പമില്ല ഗൈസ്. അപ്പൊ ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നിപ്പോ രാവിലെ തൊട്ട ഉള്ള അമ്മയുടെ ഓട്ടോ ആണ്. ഇപ്പോഴാണ് ആളൊന്ന് റെഡിയായി സെറ്റ് ചെയ്തിട്ട് വന്നത്. അപ്പൊ ഇന്ന് വീട്ടിൽ നിന്നും അമ്മമാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ അമ്മമാര് എനിക്ക് ഭയങ്കരമായിട്ട് രാവിലെ എണിച്ച് ഫുഡൊക്കെ വെച്ച് അമ്മ എല്ലാം സെറ്റ് ചെയ്ത് സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ തരുന്നുണ്ട്. അപ്പൊ ഒരു മകളെന്നുള്ള നിലയ്ക്ക് ഞാൻ തിരിച്ചൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്നാൽ കഴിയുന്ന ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും അമ്മയ്ക്കിന്ന്. ഞാൻ വേഗം അത് എടുത്തിട്ട് വരാം. ഓക്കെ, ഒരു ചെറിയൊരു ഗിഫ്റ്റ് തുറന്നോളെ. ഇതിലും വലിയൊരു ഗിഫ്റ്റ് അമ്മയ്ക്ക് കൊടുക്കാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ആണോ നോക്കുന്നിട്ട് ഞാൻ കറക്റ്റ് ആണോ? ഒരു മിനിറ്റ് അമ്മ നോക്കല്ലേ, ഒരു മിനിറ്റ്. തിരിക്കട്ടെ. എന്റെ ഒരു കുഞ്ഞു സമ്മാനം, എന്റെ ഒരു 2-3 മാസത്തെ. എനിക്ക് അച്ഛന്റെ അതാണ്. ഞാൻ ഹൈറ്റ് ഒന്നും അറിയാണ്ട് അമ്മന്റെ അടുത്ത് അന്ന് ചോദിച്ചില്ലേ അച്ഛൻ എത്രയാ ഹൈറ്റ്. അപ്പൊ എനിക്കറിയണ പോലെ ഇഷ്ടായ. ഓക്കെ, എങ്ങനെയുണ്ട്? ശരി, ഓക്കെ, ബൈ. കറക്റ്റ് കേക്കിൽ നിറഞ്ഞു നിക്കണോ മകം. പണ്ടത്തെ ഫോട്ടോ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ID ഒക്കെയാ.
അടുത്തത് എത്ര സ്പീഡ് അയ്യോ മറന്നടി ചോദിച്ചു ഗിഫ്റ്റ് ചോദിച്ചു ഇതൊക്കെ പിന്നെ വീഡിയോയിലല്ലേ പൊടിക്കട്ട് ഇങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോ അല്ലേ പഠിക്കണ്ട അല്ലേ വേറെ വീഡിയോയിലെല്ലാം ഇങ്ങോട്ടോ ഇതെന്നാ ഗസ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി മനസ്സിലായി സത്യം അല്ലേ ഓക്കെ നീ ഇരിക്കില്ലേ അപ്പൊ ഞാൻ ഇവിടെ രസം ചന്ത എന്തൊക്കെയാണ് ഇന്ന് നിന്റെ സ്പെഷ്യൽ? ബിരിയാണി നിന്റെ അല്ലല്ലോ അമ്മന്റെ അല്ലേ സ്പെഷ്യൽ? രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയത് ബിരിയാണി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, മീൻ വറുത്തത് നമ്മളപ്പം രാവിലെ ഒരു അമ്മയ്ക്ക് കൊടുത്തു. ഇന്നിപ്പം അടുത്ത അമ്മയ്ക്ക് എന്റെ ഒരു ചെറിയൊരു റിട്ടേൺ ഗിഫ്റ്റ്. ബർത്ത്ഡേക്ക് എന്തൊക്കെയോ നിങ്ങളൊക്കെ എനിക്ക് തന്നല്ലേ. ഇതിട്ടാ ഞാൻ പറയാ ഇങ്ങോട്ട് അപ്പൊ നീ അങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് പോകും കറക്റ്റാ. കണ്ണടയ്ക്ക് ആദ്യം എന്റെ വക ചെറിയൊരു സമ്മാനം. ഓക്കെ അല്ലേ? ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ബൈ.